അങ്ങനെ കുറേ നാൾക്ക് ശേഷം നമ്മൾ സെൻട്രൽ സ്ക്വയർ മോളിൽ പോവുകയാണെ. കുഞ്ഞിനെ ഇതുവരെയായിട്ട് മെട്രോയിലൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അവൻ ഇരിക്കുമോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് റിസ്ക് എടുക്കാൻ പിന്നെ തിരക്കുമൊക്കെ അല്ലേ. ഇന്നൊരു വീക്കെൻഡ് ഒന്നും അല്ല കേട്ടോ, പിന്നെ ഓഫീസ് ടൈമും അല്ലാതെ ഞങ്ങൾ ഇറങ്ങിയതാണ്. കുഞ്ഞിനെ മെട്രോയിലും കയറ്റാൻ നമുക്ക് സെൻട്രൽ സ്ക്വയർ മോൾ വരെ പോവുകയും ചെയ്യും. അങ്ങോട്ട് മെട്രോയിൽ പോകാം, ഇങ്ങോട്ട് ഊബറിൽ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. ഓഫീസ് ടൈമും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഓൾറെഡി 7 o'clock ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ആ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഇരിക്കുകയാണ്. കുഞ്ഞിന് ഇപ്പോൾ കുറച്ച് നേരമൊക്കെ അടങ്ങിയിരിക്കും, പിന്നെ അവൻ്റെ തനി സ്വഭാവം എടുക്കും. ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവൻ ഇരിക്കാനൊന്നും വയ്യ. അവിടേക്ക് ഇങ്ങനെയൊക്കെ മേളിൽ കയറിയൊക്കെ ഇരിക്കും. ഞങ്ങൾ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ജസ്റ്റ് ലിഫ്റ്റ് കയറിയപ്പോൾ ഒരു ട്രെയിൻ പോയി. 5 മിനിറ്റ് ഇടവിട്ടിട്ടാണല്ലോ മെട്രോ. അപ്പോൾ ഇപ്പോൾ 7 മണിയായി. ഇനിയിപ്പോൾ അടുത്ത മെട്രോ വരാൻ വരെ ഇങ്ങനെ ഇവനെയും കൊണ്ട് ഇവിടെ നിൽക്കണം. വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഇനി കയറുമ്പോൾ അറിയാം എന്താണെന്ന്. ഇനിയുണ്ട് 3 മിനിറ്റ് കേട്ടോ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. അധികം പാസഞ്ചേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തിരക്കും കാണത്തില്ലല്ലോ ഈ ടൈമിൽ. അങ്ങനെ മെട്രോ എത്തി കേട്ടോ. മെട്രോ കുഞ്ഞൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവൻ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ലൈറ്റും ഒക്കെ ആദ്യം വന്നിട്ട് എല്ലാവരും ഒന്ന് നോക്കി സൈലൻ്റായിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്ന്, എന്നിട്ട് ഇനിയിപ്പോൾ ഇളകും കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരുന്ന് തന്ന് ഇനിയിപ്പോൾ മൂവ് ചെയ്തപ്പോൾ ഇങ്ങനെ നോക്കുക. പിന്നെ രാത്രിയും കൂടെ ആയതുകൊണ്ട് സീൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല, ലൈറ്റൊക്കെ അല്ലേ ഉള്ളൂ. കുറച്ചു നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്, പിന്നെ എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കുമല്ലോ രാത്രി ആയതുകൊണ്ട്. കുറച്ചു നേരം അവിടെ അടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെയൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ അവൻ്റെ തനി സ്വഭാവം എടുത്തു. പിന്നെ അവന് പുറത്തിറങ്ങണം എന്നൊക്കെ ആയതാ. അങ്ങനെ ഞങ്ങൾ എത്തിയേട്ടോ. ഞങ്ങളങ്ങനെ MG റോഡിലെത്തി, ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ സെൻട്രൽ സ്ക്വയർ മോളിൽ എത്തിയിട്ട് അവിടുന്ന് 30 രൂപ കണ്ടേ ഉള്ളായിരുന്നു കേട്ടോ ഓട്ടോ. അങ്ങനെ സെൻട്രൽ സ്ക്വയർ മോൾ കുറേ നാളുകളായിട്ട് ഇവിടെ എത്തിയിട്ട് നല്ല ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്ലേ ഏരിയ. ഇതൊക്കെ കുഞ്ഞനായ പിന്നാണ് ഈ ഏരിയയിലോട്ടൊക്കെ നോക്കുന്നത് തന്നെ. ഇത് ഡയറക്റ്റ് ആ പ്ലേ ഏരിയയിലോട്ട് തന്നെ പോകാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് നേരെ തന്നെ നമുക്ക് പ്ലേ ഏരിയയിലോട്ട് തന്നെ പോകാം. 3rd floor വരെ പോകാൻ പറ്റും. കുഞ്ഞിന് താഴെ തന്നെ കുറച്ച് ട്രക്സും ട്രെയിൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്തൊക്കെ ഇങ്ങനെ കയറി അവൻ ഹാപ്പിയാണ്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇവനിങ്ങനെ ലൈറ്റൊക്കെ കണ്ടിങ്ങനെ നടക്കുക. പിന്നെ ഇതാണ്ട് ഈ ബസ്, ഇതിനകത്ത് നോർമൽ പിള്ളേരുടെ ഒരു ബസ്. ഇതൊന്നും കുഞ്ഞിന് വലിയ ഇതായിരിക്കത്തില്ല കേട്ടോ. ചാടി ഇറങ്ങാനേ തോന്നത്തുള്ളൂ. കാരണം ഈ കാറും ബസ്സും അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനകത്ത് അവൻ അധികം നേരം ഒന്നും ഇരിക്കാറില്ല. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ഇതൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അങ്ങനെ എനിക്ക് കുറച്ച് മാക്കിൻ്റെ ഷെയ്ഡ്സൊക്കെ നോക്കണമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചു. ഇവനെയും കൊണ്ട് ഇവൻ ഇരിക്കത്തില്ലല്ലോ അത്രയും നേരം, ടൈമും ലേറ്റ് അല്ലേ. പിന്നെ ഇങ്ങനെ നടക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് സെൻട്രോ ആണെന്ന് കേട്ടോ. അതെ, സെൻട്രൽ സ്ക്വയർ മോളിലെ സെൻട്രോ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ. കുറേ കോസ്മെറ്റിക്സും ഡ്രസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞിനൊരു ഡ്രസ്സ് നോക്കി തന്നെ ഈ നടക്കുന്നതൊക്കെ. ഇപ്പോൾ ബർത്ത്ഡേ അല്ലേ, അപ്പം ഒരു നല്ല ഡ്രസ്സ് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കാം എന്നൊക്കെ വെച്ചിട്ട് buy 2 get 2 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ റേറ്റും ഉണ്ട് കേട്ടോ ഇതിനൊക്കെ. പിന്നെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇതിലേക്കൂടെ നടന്നു. എന്തായാലും വന്നതല്ലേ, അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ദേഷ്യം വന്ന്. പിന്നെ ഇത് മിസ്റ്റർ DIY ഇപ്പം ഭയങ്കര വൈറലായിട്ടിരിക്കുകയെന്നല്ലോ. ചീപ്പ് റേറ്റിന് കുറേ ഐറ്റംസ് കിട്ടുന്നു. ശരിക്കും നല്ല രസം കേട്ടോ കാണാൻ. അതിനകത്ത് ഞാനത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തു, കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇവനെ കൊണ്ട് അത്രയൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെയും പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് നിൽക്കുവാണേ. ഏകദേശം ടൈം 9:30 10 ഒക്കെ ആയി. അപ്പോൾ കൂടുതൽ നേരമൊന്നും നിന്നില്ല. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഒരു ഓട്ടോയിലാണ് പോകുന്നത്. ഇനിയിപ്പോൾ ഒരു ദിവസം നേരത്തെ വരാമെന്ന് വിചാരിച്ചു. കാരണം ആ DIYയിൽ ഷോപ്സിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല ആസ്തെറ്റിക് ഇൻട്രസ്റ്റിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. സമയം കിട്ടിയില്ല ഒന്ന് നോക്കാനായിട്ട്. പിന്നെ അവനും കുറച്ച് ക്രാങ്കി ആയിരുന്നു ഈ ടൈമൊക്കെ ആയതുകൊണ്ട്. അവനും ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങി കേട്ടോ. ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ നോക്കാവേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.